ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് മൊത്തം ഇങ്ങനെ ഒരു കൊട്ടം മരുന്നുകളുടെ ഇടയിലാട്ടോ. കടളം മരുന്ന് കൊടുക്കുക കാര്യങ്ങളായിട്ടാണ് എൻ്റെ ഒരു ദിവസം കുറച്ച് ദിവസങ്ങളായിട്ട് കടന്ന് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഇന്നത്തെ മരുന്നൊക്കെ കൊടുക്കണേ കഴിഞ്ഞു. ഇന്നത്തെ കഴിഞ്ഞിട്ടില്ല, ഇന്ന് രാവിലത്തെ ഇന്ന് രാത്രി ഉള്ളൂ കേട്ടോ, 2 നേരം ഉള്ളൂ. അതിന് കുറേ നെഗറ്റീവ് കമൻസ് ഒക്കെ വന്നു. കുട്ടീനെ നിങ്ങൾ പരീക്ഷിക്കുകയാണ്, അവൾക്ക് മേക്കപ്പ് ഇത് നടക്കാനാണ് ഇഷ്ടം, കുട്ടികളെ വെച്ച് നോക്കണമെന്ന് പറഞ്ഞിട്ട്. കേരളക്കാകെ ഒരു കാര്യം മെയിനായിട്ട് പറയാനുള്ളൂ. കാത്തിനിപ്പോൾ പ്രായം 2 വയസ്സാണ്. ഈ 2 വയസ്സ് വരയ്ക്ക് അവളെ നോക്കിയിട്ടുള്ളത് ഞാനും ഇവൻ തന്നെയാണ്, വേറെ പ്രത്യേകിച്ച് ഒരാളുമല്ല. കുറേ പ്രശ്നം ഞാൻ കൊണ്ട് പറയണമുണ്ട് കേട്ടോ. ഇവങ്ങൾക്ക് നല്ല ക്ഷീണമായിട്ട് നിങ്ങൾ ഡോക്ടറെ കാണിച്ചു നോക്കുന്നത്, അതല്ലാതെ ചൊറിയ വരുന്നില്ല. അവരോട് ഞാൻ പറയുന്നത്, നമുക്കറിയാം നമ്മുടെ മക്കളെ എങ്ങനെ നോക്കണമെന്ന്. എനിക്കവളെ പ്രസവിക്കാന്നുണ്ടെയാണോ നോക്കാനുള്ള അറിവൊക്കെ എനിക്കുണ്ട്. പിന്നെ അവളെ ഡോക്ടറെ കാണിച്ചിട്ടില്ല എന്ന് പറയണവരോട്, കാത്തുന വയ്യാതെ 3 വട്ടം കാണിച്ചിട്ട്, ഒരു 2 വട്ടം കാണിച്ചത് അവളെ കാണിച്ചിരുന്ന ഡോക്ടറിനെയാണ്. ആ 2 വട്ടം കാണിച്ചിട്ട് കുറേ നേരം നമ്മൾ അടുത്ത ഡോക്ടറെ കാണിച്ചു. ഇപ്പം ഓക്കെ വരുന്നുണ്ട്. പൂർണ്ണമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല എന്ന് വെച്ചാലും ഓക്കെ വരുന്നുണ്ട്. പിന്നെ അഡ്മിറ്റ് ചെയ്യണം എന്ന് കുറേ അഭിപ്രായങ്ങൾ വന്നു. നമ്മൾ ഈ അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറായിട്ട് തന്നെയാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നത്. അപ്പം അവർ പറയുന്നത് മോള് ആക്റ്റീവാണ്, മോൾക്ക് കുഴപ്പമില്ല. ഇന്നലത്തെ വീഡിയോ ഫുള്ളും കാണാത്തവരായിരിക്കും ചിലപ്പോൾ അതിൽ കമൻറ്റ് ചെയ്ത കുട്ടി ഭയങ്കര ക്ഷീണമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാന്ന് പറഞ്ഞിട്ട്. ലാസ്റ്റത്തെ വീഡിയോ കണ്ടറിയാം. ഏട്ടാ ശബ്ദം കുറയ്ക്കുമോ, അവൾ ഛർദ്ദിച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ്. അപ്പം ആ ഡോക്ടർമാർ തന്നെയാണ് പറഞ്ഞത് കുട്ടി ആക്റ്റീവാണ്, കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല. ആ ഛർദ്ദിക്കാൻ വരുമ്പോൾ നമുക്കാണെങ്കിൽ പെട്ടെന്ന് വല്ല ഛർദ്ദിക്കാൻ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തലവേദന നമ്മൾ കുറച്ച് നേരം സൈലൻ്റ് ആയിട്ട് ഇരിക്കും, അത്രേ അവളും ചെയ്യുന്നുള്ളൂ. അല്ലാതെ അവൾ ഭയങ്കരമായിട്ട് ഇതായിട്ടൊന്നുമില്ല. ഞങ്ങൾ അവൾക്ക് ഫുഡ് കൊടുത്ത് മരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവൾ ഓക്കെയാണ്. ഇതുവരെയ്ക്കും അവൾക്ക് നേരത്തിന് കൊടുക്കുന്ന മരുന്ന് കൊടുക്കാനാണെങ്കിലും അവൾക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് ഞങ്ങൾ ഒപ്പം നിന്നിട്ടുണ്ട്. അപ്പം ഞാനാണെങ്കിലും അവനാണെങ്കിലും. അല്ലാതെ ഞാൻ മേക്കപ്പ് ചെയ്യാറുണ്ട്, അതൊന്നും ഇല്ല ഞാൻ പറയുന്നത്, ഞാൻ മേക്കപ്പ് ചെയ്യാറുണ്ട്. അതേപോലെ ഞാൻ എൻ്റെ കുടുംബം നോക്കാറുണ്ട്. എൻ്റെ വീട്ടിലേക്ക് ആക്ച്വലി എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്താൽ, പുറമേ നിന്ന് ഒരാളൊന്നും ചെയ്തു തരാറില്ല. പിന്നെ ഒന്നും അറിയാതെ ഒരു കുട്ടിക്ക് വയ്യെങ്കിലും കുട്ടിക്ക് വയ്യെങ്കിലും കുട്ടിക്ക് സന്തോഷമാണെങ്കിലും എന്നെ കുറ്റം പറയണം എന്ന് മാത്രം ചിന്തിച്ചിറങ്ങുന്ന കുറേ ആൾക്കാരുണ്ട്. അവരിഞ്ഞൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, അതിൽ വേറെ കാര്യമൊന്നുമില്ല. പക്ഷെ നമ്മളെ മക്കളെ നമ്മൾ നോക്കില്ല എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊരു വിഷമം തോന്നും. അതിപ്പോൾ ആരും ബോധിപ്പിക്കേണ്ട ദിവസമൊന്നുമല്ല എൻ്റെ മോളെ നോക്കേണ്ടത്. നമ്മൾ ഇതുവരെ അവൾ നോക്കിയിട്ട് വേറെ കുഴപ്പമൊന്നും ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അത് ഞാൻ നോക്കണോണ്ട് തന്നെയാണ്. ആ ഒരു ധൈര്യം എനിക്കുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ അവളെ എൻ്റെ 100% എഫേർട്ട് ഞാൻ അവൾക്ക് എടുത്തിട്ടാണ് നോക്കാറുണ്ട്. എൻ്റെ വർക്ക് കഴിഞ്ഞ് വന്ന് ഒരു രാത്രി ഫുള്ള് ഉറങ്ങാതെ വർക്ക് കഴിഞ്ഞ് വന്നാൽ പോലും അവൾക്ക് ഉറക്കം വേണ്ടിയില്ല. അവൾ അവിടെ കിടന്ന് കളിക്കുകയാണെങ്കിൽ ഞാൻ അവളെ കൂടെ ഇരിക്കുക. എത്ര ഉറക്കം വന്നാലും അവളെ എപ്പോഴും ഉറങ്ങണം, അപ്പോഴേ ഞാൻ ഉറങ്ങാറുള്ളൂ. നമുക്കൊക്കെ ഒരു രാത്രി ഫുള്ളായിട്ട് ഉറക്കം പോയി കഴിഞ്ഞാൽ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് എൻ്റെ ഒരു സിറ്റുവേഷൻ ഉറങ്ങാത്തവർക്ക് അറിയാം. എന്നാൽ പോലും ഞാൻ എൻ്റെ ഉണ്ണിന് കഴിഞ്ഞിട്ട് ഞാൻ അപ്പുറത്ത് എന്തും ചിന്തിക്കാറുള്ളൂ. പിന്നെ കുഞ്ഞിൻ്റെ പരിപാടിക്ക് പോയത്, നിങ്ങൾ ആദ്യം ഡോക്ടറെ കാണിക്കണ്ടായിരുന്നു, എന്നിട്ട് വേണം. അതിൻ്റെ തലേദിവസം ഞങ്ങൾ ഡോക്ടറെ കാണിച്ച് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മരുന്ന് കൊടുക്കണം. പിന്നെ കാർട്ടൂനും ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് കുഞ്ഞിനെ കാണാന്നുള്ളത്. നമ്മളങ്ങോട്ട് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. അവിടെ പോയി അവൾക്ക് വയ്യ തോന്നിപ്പോൾ ഞങ്ങൾ അപ്പം തന്നെ ഇറങ്ങിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്ത എല്ലാ കാര്യവും എനിക്ക് ചെയ്യാവുന്ന ഒരാളാണ്. എന്തൊരു കാര്യത്തിനും എന്നൊരാൾ എന്തൊരു കാര്യം ക്ഷമിച്ചാൽ എനിക്ക് പറ്റുന്ന ദിവസം എനിക്കത് ചെയ്യണം. അല്ലെങ്കിൽ ഒരാൾക്ക് ഒന്ന് വാക്ക് കൊടുത്ത് ഞാൻ കുഞ്ഞിനെ അവൾ ഷോപ്പിൻ്റെ ദിവസം പറഞ്ഞിട്ട് ഞാൻ അവൾക്ക് വാക്ക് കൊടുത്ത ദിവസമാണ് അവൾ സാരി എടുത്ത് ഞാൻ വരാം. ഞാൻ എന്തെങ്കിലും വർക്ക് കൊടുത്താൽ എനിക്ക് പറ്റുന്ന ടൈമിൽ ഞാൻ അവിടെ എത്തും. അതിൻ്റെ കൂടെ ഞാൻ എൻ്റെ മോളായിരുന്നു ഡോക്ടറും മരുന്ന് നടക്കും, എൻ്റെ കഞ്ഞിയല്ല എല്ലായിടത്തിലാണ് ഞാൻ അവൾക്ക് വേണ്ടി പോയത്. പിന്നെ യാത്ര ചെയ്തുകൊണ്ട് അസുഖം കൂടുന്നു ചിന്തിക്കുന്ന ഒരാളൊന്നല്ല ഞാൻ. ഇപ്പോൾ ബസ്സിൽ ഓട്ടോറിക്ഷയിൽ അങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യം ചെയ്തേ പറ്റൂ. പക്ഷെ എന്നാലും അങ്ങനെ ചെയ്യുമ്പോൾ തൊപ്പിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പോവും. നമ്മൾ കാറിൽ ഗ്ലാസും തുറന്നിടാതെ എ സിയിൽ അങ്ങനെ പോകുമ്പോൾ അവളെ ഫേസിലേക്ക് എ സി തട്ടാതെ അവൾ ഓക്കെ ആയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാം എന്നുള്ളതുണ്ട്. വീട്ടിലിരിക്കാനും വണ്ടിയിൽ കയറിയിരിക്കാനും ഒക്കെ ഒരേപോലെ തന്നെയാണ്. അല്ല യാത്ര ചെയ്തുകൊണ്ട് കുട്ടിക്ക് അസുഖം കൂടും എന്നുള്ള ഒരു പൊട്ട ചിന്താഗതി എനിക്കില്ല. പിന്നെ ബോധമില്ലാത്ത അസുഖം എന്ത് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞു. എൻ്റെ കാത്തോടെ ആവശ്യത്തിൽ ഞാൻ എപ്പോഴും പറയുന്നു, ഞാൻ ആളെ നന്നായി എന്നോട് പറ്റുന്ന നിലയ്ക്ക് നോക്കുന്നുണ്ട്.
അതെൻ്റെ സന്തോഷമാണ്, എൻ്റെ കാര്യമാണ്. നമ്മൾ സ്നേഹിക്കുന്നവരോടല്ല ഇങ്ങനെ കുറേ നെഗറ്റീവ് പറഞ്ഞപ്പോൾ എനിക്കതിനെ ഒന്ന് പ്രതികരിച്ചില്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നും. അവളെ നോക്കണില്ല, കുട്ടീനെ വേണ്ട, എനിക്ക് കുട്ടീനെ അങ്ങനെയാക്കണം ഇങ്ങനെയാക്കണം എന്ന് പറയുമ്പോൾ ഇത്രയും 2 വർഷം ഞങ്ങൾ ചെയ്ത് ഞങ്ങളെ ഭാരപ്പെട്ടന്മാരാണ്. അപ്പം എന്തായാലും രാവിലത്തെ ഫുഡ് ഉണ്ടാക്കാൻ പോട്ടെ. എൻ്റെ നേരമൊക്കെ വരില്ല, ഇപ്പോൾ ഒരു ഫുഡ് ഉണ്ടാക്കുമ്പോൾ രാവിലെ ഫുഡ് കൊടുക്കണ്ടായിരിക്കും. അങ്ങനെ ഞാൻ നേരെ ഇത് അടുക്കളയ്ക്ക് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ അടുക്കളയിൽ കയറിയാൽ ഞാൻ ആദ്യം ചെയ്യണ പരിപാടി കാത്തുമ്മിക്കുള്ള പൊടി കഞ്ഞി വയ്ക്കലാണ്. അപ്പോൾ ഞാൻ കുറച്ച് അരി എടുത്തിട്ട് ഞാൻ അവൾക്ക് കഞ്ഞിക്ക് സെറ്റ് ചെയ്യുന്നുണ്ട്. അവൾക്കിപ്പോൾ പണ്ടൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പൊടി കഞ്ഞി. പക്ഷേ ഇപ്പോൾ ഈ വയ്യാതെ ഇപ്പോൾ എപ്പോഴും പൊടി കഞ്ഞി കൊടുത്തിട്ട് അവൾക്ക് മടുത്തിട്ടുണ്ട്. അവൾക്കിപ്പോൾ കഞ്ഞി വേണ്ടെന്നാണ് അവൾ മെയിനായിട്ട് പറയുന്നത്. പക്ഷേ എന്നാലും എന്തെങ്കിലും ഒരു അരി ഭക്ഷണം ചെല്ലണ്ടേ. അവൾ തീരെ ചോറ് കഴിക്കുന്നില്ല, അത് വായിക്ക് പൊട്ടിയിട്ടുള്ളതുകൊണ്ട് തന്നെ എരിവ് പറ്റുന്നില്ല. അപ്പോൾ എന്തെങ്കിലും കൊടുക്കണ്ടേ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പക്ഷെ എന്നാലും പണ്ടത്തെ പോലെ ഒന്നും ഇപ്പോൾ അവൾക്ക് കുടിക്കാൻ ഇഷ്ടമല്ല, ഭയങ്കര വാശിയും കാര്യങ്ങളും. പിന്നെ അവൾ വാശി പിടിക്കട്ടെ അവിടെ എന്നിട്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഭീഷണിയൊക്കെ പെടുത്തിയിട്ട് വേണം അവൾക്ക് കഞ്ഞി കൊടുക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ മെയിൻ ഭീഷണി മരുന്നെടുക്കണം, മരുന്ന് വേണ്ടെങ്കിൽ വേഗം കഞ്ഞി കുടിച്ചോ എന്ന് പറഞ്ഞാൽ അവൾ കഞ്ഞി കുടിച്ചോളും. അങ്ങനെ അവൾക്ക് കഞ്ഞി റെഡിയാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് നേന്ത്രപ്പഴം ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തിട്ട് ചെറിയൊരു പീസ് കഴിച്ചു. അവൾക്ക് കൊടുത്തതിൻ്റെ ബാക്കിയാട്ടോ. അവൾക്ക് നേന്ത്രപ്പഴം കഴിക്കുന്നുണ്ടായിരുന്നു രാവിലെ, അപ്പോൾ അതിൻ്റെ ബാക്കി എടുത്ത് ഞാൻ കഴിച്ചു. പിന്നെ രാവിലേക്ക് നമുക്ക് പുട്ടും ചിക്കൻ കറി ഉണ്ടാക്കാം എന്നാണ് എൻ്റെ പ്ലാനിങ്. അപ്പോൾ ഞാൻ ചിക്കൻ വേഗം ഐസിടാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു പാത്രത്തേക്ക് ചിക്കൻ ഇട്ട് അതിൽ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് വിനാഗിരിയും അതേപോലെ ഉപ്പിട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഐസ് വിട്ട് നമ്മൾ നോർമൽ ചിക്കൻ പോലെ ആവും കേട്ടോ. അധികം ടൈമൊന്നും വേണ്ട, 10 മിനിറ്റ് ഉള്ളിൽ ഐസ് വിട്ട് കിട്ടും. അപ്പോഴേക്ക് നമുക്ക് ചിക്കൻ കറിക്ക് വേണ്ട ഐറ്റംസ് എല്ലാം അരിഞ്ഞ് സെറ്റാക്കി വയ്ക്കാം. ഈ ഒരു ചിക്കൻ കറി എന്ന് വെച്ചാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നു. അതേപോലെ ഒരു സബോള ഒന്നും വേണ്ടാത്ത ചിക്കൻ കറി ആട്ടോ. അപ്പോൾ അതിന് ഞാൻ വെളുത്തുള്ളി, ചുവന്നുള്ളി, ഇഞ്ചി, തക്കാളി, പച്ചമുളക് ഇത് മാത്രമേ വേണ്ട നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞാൻ വേഗം തൊലി കളയുന്നുണ്ട്. ചുവന്നുള്ളി നമ്മളൊരു 5-6 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുടം വെളുത്തുള്ളി വേണ്ട, കുറച്ച് വെളുത്തുള്ളി, ഒരു കുടം വെളുത്തുള്ളി വേണ്ടി വരില്ല. അതൊക്കെ നമ്മൾ ഒരു ഏകദേശം അളവ് വെച്ചിട്ട് ഞാൻ വളരെ കുറച്ച് ചിക്കൻ എടുത്തിട്ടാണ് കറി വെക്കുന്നത്. അപ്പം അതിന് വേണ്ട ക്വാണ്ടിറ്റിയാണ് ഞാൻ എടുക്കുന്നത്. എന്താ തേങ്ങ പൊട്ടിയ നാളികേരായിരുന്നു. അപ്പൊ നാശം ഗതി കെട്ടവനില്ലാതെ വേറെ എവിടെയെങ്കിലും ഉണ്ടാവിച്ചതാ. ഇപ്പം അവൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ പുട്ടും ചിക്കൻ കറി ഉണ്ടാക്കാനാണല്ലോ വിചാരിച്ചു. പക്ഷേ പുട്ടിന് നാളികേരം വെട്ടിയപ്പോഴാണ് മനസ്സിലായത് നാളികേരം സൈഡ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്നിരുന്ന് നാശമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നാളികേരം ഇല്ല, അപ്പോൾ പുട്ടുണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വേറെ വല്ലതും ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞു ചോറ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ചോറ് എടുത്ത് നോക്കിയപ്പോൾ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചതിന് പക്ഷെ അതൊരു നാശയമാണ്. അപ്പോൾ എന്തായാലും കാര്യം ഇപ്പോൾ റെഡി ആയി വരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ റിസ്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ചോറും കളഞ്ഞു വിട്ടാ. അപ്പം ഇനി വേറെ എന്തെങ്കിലും ഉണ്ടാക്കണം, അല്ലെങ്കിൽ ചപ്പാത്തി പാക്കറ്റ് ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചപ്പാത്തി ചുടണം എന്നുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത്. നമുക്ക് തക്കാളി തല റൗണ്ടായിട്ടാണ് അരിഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഒരു 4 തക്കാളി എടുത്തിട്ട് ഞാൻ റൗണ്ടാക്കിയിട്ട് കട്ട് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോഴേക്ക് ഏട്ടൻ എനിക്ക് മൊജീറ്റോ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അവന് ഇപ്പോഴത്തെ മെയിൻ പരിപാടി അതാണ്, മൊജീറ്റോ കുടിക്കുക. എപ്പം നോക്കിയാലും മൊജീറ്റോ ഉണ്ടാക്കും. അതിപ്പോൾ അത് തീർന്നിട്ടുണ്ട്, ഇനി ഏതായാലും അത് ഉണ്ടാക്കണം എന്ന് പറയില്ല. അപ്പോൾ അതാണ് നമ്മൾ മൺചട്ടിയിലാണ് നമ്മൾ ഈ ചിക്കൻ കറി മെയിനായിട്ട് ഉണ്ടാക്കുക. ആ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, നാടൻ വെളിച്ചെണ്ണയിലും വേണം ഉണ്ടാക്കാൻ. അപ്പോൾ വെളിച്ചെണ്ണ വെച്ചിട്ട് അത് ചൂടാണതിൻ്റെ ഉള്ളിൽ ഞാൻ അപ്പുറത്ത് ചപ്പാത്തി ചുട്ടെടുക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് വെളുത്തുള്ളി ചതച്ചതും അതേപോലെ തന്നെ അതിലേക്ക് നമുക്ക് ഇഞ്ചി വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇഞ്ചി ചതച്ചതും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് വാടി വരുമ്പോഴേക്ക് ചുവന്നുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. ഇനി നന്നായി ഒന്ന് മൂത്ത് വരണം കേട്ടോ. അതുവരെയ്ക്കും നമുക്കൊന്ന് ഇളക്കി ഇങ്ങനെ കളർ ചേഞ്ചായി വരണം. അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പുറത്ത് ഞാൻ ചപ്പാത്തിയുടെ പണി നോക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കളറാകുമ്പോൾ നമുക്കതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. ആ 4 തക്കാളിയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഇത് വെന്തുടയണം. അപ്പം അതിനുവേണ്ടി നമ്മൾ മൂടി വയ്ക്കുക. അപ്പോൾ അത് സെറ്റ് ആയിക്കോളും. ബാത്റൂമിൽ പോയിട്ട് മൂത്രയിക്കണം. അപ്പിടാൻ മുട്ടിയാലും ബാത്റൂമിൽ പോയിട്ട്, ഇല്ലാതെ ഈ സാധനം ചൂടാക്കിയ കുണ്ടിയിൽ വെക്കൂ കേട്ടാ. ആ എന്താ കത്തുവോ ചൂടാക്കിയ ഇനി ഇവിടെ മൂത്രയിക്കണ ഞാൻ കണ്ട, എനിക്ക് പറഞ്ഞ കേൾക്കാൻ പറ്റില്ല.
ഇനി ബാത്റൂമിലല്ലേ മൂത്രമായിട്ടുള്ളൂ. അങ്ങനെ അപ്പരമുള്ള അടി കണ്ടില്ല. അവൾക്ക് ഇടയ്ക്ക് മൂത്രമൊഴിക്കാൻ പറയാൻ മടിയില്ല. അവൾ അകത്ത് ഒഴിച്ച് വയ്ക്കും. അപ്പോൾ ഏട്ടൻ ഇങ്ങനെ ഒന്ന് ചീത്ത പറയട്ടാ, വേറെ അടിക്കോ കാര്യങ്ങളൊന്നുമല്ല, അവളിങ്ങനെ ഭീഷണിപ്പെടുത്തും. അപ്പോൾ കുട്ടി അത് കറക്റ്റായിട്ട് പറഞ്ഞോളും. ഇതിപ്പോൾ നിങ്ങളുണ്ടായിരിക്കും എന്തൊരു ഷെബിനാണിത്, കുട്ടീനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറയാൻ ഒന്നും ചെയ്യണില്ല, അവൻ ഇങ്ങനെ മിരട്ടിലും മാത്രമേ തന്നെ ഉള്ളൂ. എന്നാലാണ് മക്കൾക്ക് നമ്മൾ ചെറിയ പേടി ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇടയിൽ ചപ്പാത്തി ചൂടുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ തക്കാളി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്. മൺചട്ടിയേക്കാനും അടി പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തന്നെ ഇളക്കി കൊടുക്കുക, അടച്ച് വയ്ക്കുക, ഇളക്കി കൊടുക്കുക, അടച്ച് വയ്ക്കുക. അങ്ങനെ വേണം നമ്മൾ സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതങ്ങനെ ഉടഞ്ഞുടഞ്ഞ് വരണം കേട്ടോ. അതിനകത്ത് എല്ലാ തക്കാളിയും അതെല്ലാം ഭയങ്കരമായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അത് ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ 2 ടീസ്പൂണും സാധാ മുളകും പൊടി 2 ടൈമായിട്ട് 1 ടീസ്പൂണിൻ്റെ അടുത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇളക്കിയെടുക്കുന്നത് നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് വേണം ഇത് ചെയ്യുക, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അതിലേക്ക് നല്ല ജീരകത്തിൻ്റെ പൊടി അതുകൂടി കുറച്ചിട്ട് കൊടുക്കുക. നമ്മൾ വേറെ ഗരം മസാലയോ കാര്യങ്ങളൊന്നും ഇടില്ല കേട്ടോ, ചിക്കൻ മസാല ഒന്നും ചെയ്യില്ല. അതിട്ടിട്ട് ഇളക്കിയതിന് ശേഷം പച്ചമുളക് ഇട്ടൊന്ന് വാട്ടി കൊടുക്കുക. അതിലേക്ക് നമ്മൾ കഴുകി വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കുക. ഞാൻ ആകെ ഇത്ര ചിക്കൻ കൊണ്ടാണ് കറി വെക്കുന്നത്, കാരണം എനിക്ക് നാളെ വർക്കുണ്ട്. അപ്പം എനിക്ക് ഒരുപാട് ബാക്കി വരാൻ പാടില്ല. ഭയങ്കര ടേസ്റ്റാണ് എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. എനിക്കിഷ്ടമാണ്, പേട്ടനും ഇഷ്ടമാണ്, എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ എല്ലാവർക്കും ഈ ടേസ്റ്റ് ഓക്കെ ആവണമെന്നില്ല. കാരണം ചിക്കൻ കറിയിൽ ചിക്കൻ മസാലയുടെ സ്മെല്ലോ കാര്യങ്ങളൊന്നുമില്ല. ഇതും നാടൻ കറിയാണ്. ഇതും പൊറോട്ടയും ഭയങ്കര ടേസ്റ്റാണ്. ചപ്പാത്തിക്ക്, പുട്ടിന്, വേറെ ഒന്നും വേണ്ട. നല്ല ചൂട് ചോറിന് ഈ ഒരു കറി മാത്രം മതി, ഒരു വയറ് നിറയെ ചോറ് കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അതും ഞാൻ ആദ്യം തന്നെ പറയാം. ഞാൻ നന്നായി ഇളക്കിയിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായി വറ്റിച്ചെടുക്കുക. അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. അത് ഇടുന്നത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു. പിന്നെ ആ മൂടി എടുത്തതൊന്ന് മൂടി വയ്ക്കുക. അവിടെ ഇരുന്ന് തിളച്ച് സെറ്റാവട്ടെ. അപ്പോഴേക്കും ഏട്ടൻ കാത്തുമ്മയ്ക്ക് കഞ്ഞി കൊടുക്കുന്നുണ്ട്. TV ഒക്കെ വെച്ച് അതേപോലെ തന്നെ അച്ചാർ കൊടുത്തിട്ടാണ് ഒരു 2 വയങ്കിലും കഞ്ഞിയുള്ള കുടിപ്പിക്കുന്നത്. കാത്തുമ്മയാണെങ്കിൽ നല്ല ക്ഷീണമായി തുടങ്ങി. ഫുഡൊന്നും കഴിക്കാത്തതാണ്. അവൾക്ക് ഭയങ്കര മടിയാണ് ഇപ്പോൾ ഫുഡ് കഴിക്കാൻ. അവൾക്കിപ്പോൾ ഇഷ്ടം നേന്ത്രപ്പഴം കേട്ടോ. അത് ഇടയ്ക്ക് കഴിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും കരി ഭക്ഷണം എന്തെങ്കിലും പോലും ഒരു സമാധാനം ഉണ്ടാവില്ല. കാരണം അവളത് കഴിക്കുന്ന ഒരാൾ പെട്ടെന്ന് കഴിക്കാതെ നമുക്ക് പേടിയാണ്. പിന്നെ അത് എൻ്റെ കൈയോടക്ക് തന്നെ ബാക്കി പാത്രങ്ങൾ കഴുകാളൊക്കെ ഞാൻ കഴുകി അടുക്കള ക്ലീനാക്കി വെക്കുന്നുണ്ട്. ഞാനിങ്ങനെ കേട്ടോ എന്തെങ്കിലും ഇങ്ങനെ അടുപ്പത്ത് തിളയ്ക്കണ നേരത്തിൻ്റെ ഉള്ളിൽ ഉള്ള പാത്രങ്ങളൊക്കെ ഞാൻ മാക്സിമം കഴുകി അടുക്കള വൃത്തിയാക്കാൻ ശ്രമിക്കും. എനിക്ക് അത്രയും എന്തെങ്കിലും തിരക്കണമെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യാതിരിക്കുള്ളൂ കേട്ടോ. കാരണം ഇത് ഇപ്പോൾ ചെയ്തില്ലെങ്കിൽ പിന്നെ എനിക്ക് ചെയ്യാൻ ടൈം കിട്ടിയെന്ന് വരില്ല. എനിക്ക് വേറെ എന്തെങ്കിലും പണികളുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചിക്കൻ കറി ഇളക്കി നോക്കുന്നുണ്ട്, ഉപ്പ് പാകമല്ലേ നോക്കുന്നുണ്ട്. നമ്മളിതിൽ വേറെ പഞ്ചസാര കാര്യങ്ങളൊന്നും ഇടാറില്ല. ഞാൻ സാധാരണ ചിക്കൻ കറി ഇടുമ്പോൾ ഇതൊക്കെ ഇടുമെങ്കിലും ഇപ്പം അതൊന്നും ഇല്ല കേട്ടോ. പിന്നെ അതങ്ങനെ ചിക്കൻ കറിയൊക്കെ തിളച്ച് സെറ്റായിട്ടുണ്ട്. നമുക്കപ്പോൾ ഈ ഒരു ഗ്രേവിയിൽ എടുക്കാം, കാരണം ചപ്പാത്തിക്ക് കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് അല്ലേ. അങ്ങനെ അതാ ഞാൻ 2 ചപ്പാത്തി ഏട്ടന് എടുത്തു. ഏട്ടനുള്ള കറി വെച്ചിട്ട് ഞാൻ ഏട്ടന് ആദ്യം കൊടുത്ത് വിടുന്നുണ്ട്. നമുക്ക് ഇന്നിങ്ങനെ ഒരുമിച്ചിരുന്ന് ടേബിളും ഇരുന്ന് കഴിക്കാനുള്ള ടൈമൊന്നുമില്ല. കാരണം ഞാൻ പറഞ്ഞു എനിക്ക് വർക്കിന് പോകണോണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകണം. അമ്മ അവിടെ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് കുഞ്ഞൻ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് വായു, അവിടെ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്, ഉച്ചത്തെ ഫുഡ് അവിടെ നിന്ന് കഴിക്കാൻ വായു എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തിട്ട്. നാളേക്ക് വർക്കിനുള്ള ഡ്രസ്സല്ല, അത് ഒരുപാട് ഡ്രസ്സൊന്നുമില്ല. പിന്നെ കാത്തുമ്മയ്ക്കുള്ള ചപ്പാത്തി അങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ചപ്പാത്തി പൊറോട്ടയൊക്കെ കുഞ്ഞുങ്ങൾക്ക് പൊട്ടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഫുഡൊക്കെ ഞങ്ങൾക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കും. ബാക്കിയൊക്കെ അവളിങ്ങനെ ഒറ്റയ്ക്ക് പൊട്ടിച്ച് കഴിച്ചോളും. ദോശയും ഞാൻ പൊട്ടിച്ചിട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കാറ്. അവൾ പെട്ടെന്ന് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അവൾക്ക് ചിക്കൻ പീസ് ഞാൻ ഉള്ളിലിട്ട് കൊടുക്കാമെന്ന് വെച്ചിട്ട് അവൾ ആ പ്ലേറ്റ് ഇട്ടിട്ടില്ല. ഞാൻ ഗ്രേവി മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ അവൾക്ക് ചിക്കൻ പീസ് ഞാൻ നുള്ളി ഇങ്ങനെ ഇട്ട് കൊടുക്കാറാണ് പതിവ്. മെയിനായിട്ട് അവൾക്ക് പ്ലേറ്റിൽ ഫുഡ് വേണമെന്നുള്ളൂ. അവൾ കഴിക്കും, ഞാൻ വയൽ വെച്ചെടുത്തിട്ടാണ്. ഞാൻ ഫുഡ് കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ അമ്മ എന്ന് പറഞ്ഞിട്ട് മേടിച്ച് കഴിക്കും. എൻ്റെ ഫുഡ് അടിയെല്ലാം കഴിഞ്ഞാൽ അവളുടെ പ്ലേറ്റ് അവിടെ തന്നെ ഇരിക്കുന്നുണ്ടാവും. കുറച്ച് ഞങ്ങൾക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ അതെടുത്ത് പോയി കഴിക്കും. അങ്ങനെയാണ് അവൾ സ്ഥിരമായിട്ട് അവളുടെ പരിപാടി. അങ്ങനെ ഏട്ടന് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞു ഞാൻ ഈ കറി മുന്നേ കഴിച്ചിട്ടില്ല പൊന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞങ്ങളെ വീട്ടിൽ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് അവൻ കഴിച്ചിട്ടൊക്കെ ഉണ്ടായിട്ട് അവൻ പറഞ്ഞു ടേസ്റ്റ് ഉണ്ട് പൊന്നെ, പക്ഷേ ഞാൻ ഈ കറി ഇതുവരെ കഴിച്ചിട്ടില്ല എന്നാണ് അപ്പോൾ ഈ പറഞ്ഞിട്ട് വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു കഴിക്കാതിരിക്കില്ല, കാരണം ഇപ്പോൾ അമ്മയുടെ വീഡിയോ കാണുന്ന ആൾക്കാരാണ്, നിങ്ങൾക്കറിയാം. എൻ്റെ അമ്മയുടെ യൂട്യൂബ് ചാനൽ തന്നെ ഒരു 3-4 വട്ടം ഇത് ഉണ്ടാക്കിയിട്ട് വീഡിയോ ഇട്ടുണ്ട്. അപ്പോഴൊക്കെ ഞങ്ങൾ ഈ കറി കഴിക്കാറുള്ള ആൾക്കാരാണ്. അവന് ചില ടൈം ചില കറികൾ കഴിച്ചത് മറക്കും.
അപ്പം അങ്ങനെ ഇരുന്ന് ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ച് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ആ കാത്തോമ്മയും കഴിക്കുന്നുണ്ട്. അപ്പം അതാ അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് വേഗം തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാ. ഒന്ന് ഞങ്ങൾക്ക് നല്ല വർക്കുണ്ട്, 2 അവിടെ കുഞ്ഞ വന്നിട്ടുണ്ട്. കുഞ്ഞുള്ളോണ്ട് കുഞ്ഞിനെ കാണാൻ പോവാലോ അതോ. ഇവിടെ ഹരിതകർമ്മക്കാര് ഇതിട്ടു, ചാക്കിട്ടു. പട്ടിയൊക്കെ കടിച്ചടിച്ചിട്ട് കർമ്മം വേറെ വേറെ ഇതാക്കിയ ലെവലാക്കിണ്ട്. എന്താ ചൂട്. അപ്പൊ കുഞ്ഞ വന്നിട്ടുള്ളോണ്ട് ഇന്നലെ അവളെത്തി. അപ്പൊ ഇന്നലെ തൊട്ട് വിളിക്കാൻ തുടങ്ങിയതാ. പിന്നെ ഇന്നലെ അവൾക്ക് വയ്യാത്തോണ്ടും ഇന്ന് രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോ ഒരു ടൈം ആയിട്ടുണ്ട്. അമ്മ ഒരു 10 വട്ടേ വിളിക്കും വായോ വായോ എന്നിട്ട്. പിന്നെ എത്തിയില്ലെങ്കിൽ അമ്മയെ ചീത്തയാക്കും. അപ്പൊ ഞങ്ങള് വേഗം തന്നെ അങ്ങോട്ട് പോട്ടെ. സൂര്യന്ന് കുടിപ്പാന്താ കാത്തു എന്നെ അമ്മ നോക്കണില്ല. എന്നെ അമ്മ നോക്കണില്ല. സ്വന്തം മോളെ ഇപ്പൊടി കാത്തൂന് അമ്മനെ ഇഷ്ടാണോ? അമ്മയ്ക്ക് കാത്തൂനോ? നിക്ക് നിന്നെ നിന്റെ അപ്പ നോക്കണ്ട. അപ്പ നോക്കും. അതങ്ങനെ ഇവിടെ അപ്പ മോളാ. അയ്യോ എന്റെ വീട് എത്തിയിട്ട് കാണാം കേട്ടോ. ഇവളെ ഞാൻ അപ്പളിക്കൊന്ന് ശരിയാക്കട്ടെ. തീർന്നു അത് വിളിച്ചോക്കിയേ. അങ്ങനെ വീടെത്തിപ്പോൾ കുണിക്കും ട്യൂഷന് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ കുണിക്കിന് അപ്പുറത്ത് ഇരുന്നിട്ട് ബുക്കിൽ കുണിക്ക് എന്താ ചെയ്യണേന്നാണ് നമ്മൾ കാത്തുമ്പോൾ നോക്കുന്നത്. അപ്പോഴേക്കും എന്താ അവിടെ അമ്മ ബിരിയാണിക്ക് എല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കട്ടെ. പിന്നെ ഞാനും കൂടി പോയിട്ട് ഞാനും ഹെൽപ്പ് ചെയ്തു. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ ബിരിയാണിയും ചിക്കൻ കറിയൊക്കെ സെറ്റാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കുറി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുറിയുടെ അടയ്ക്ക് പോയി അവിടെ പോയി തിരിച്ച് വീടെത്തുമ്പോൾ അത്യാവശ്യത്തിന് നേരം മെഴുകിയിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കായിരുന്നു. കുണിക്കുമ്പോൾ എന്താ കഴിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുണിക്കുമ്പോഴും കുണുക്കനും പിന്നെ തറവാട്ടിലത്തെ പാപ്പൻ്റെ മോനും കാത്തുമ്മയൊക്കെ ആദ്യം ട്രിപ്പന്നെ ഇരുന്ന് ഫുഡ് കഴിച്ചവരാണ്. കുണുക്കന് വീണ്ടും വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ കുണുക്കന് ഞങ്ങൾ വീണ്ടും കൊടുത്തതാണ്. അപ്പോൾ അച്ചു വർക്കിന് പോയി കേട്ടോ, അതുകൊണ്ടാണ് അച്ചുവിനെ കാണാത്തത്. പിന്നെ നമ്മളെല്ലാവരും കൂടി ഇന്ന് ഫുഡൊക്കെ കഴിച്ചു. അച്ചു രാത്രിയാകും വീടെത്താൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്ത് തന്നെ വരെ നേരം എഴുകുന്നുള്ളതുകൊണ്ടാണ് നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റാഞ്ഞ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് വർത്താനെല്ലാം പറഞ്ഞ് ഫുഡ് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറേ നാളെ അമ്മേരെ ഇങ്ങനത്തെ നാടൻ ബിരിയാണി കഴിച്ചിട്ട് എന്തോ ടേസ്റ്റ്. പക്ഷേ ശരിക്കും ഇഷ്ടത്തിന് കഴിക്കാൻ കിട്ടിയില്ല കേട്ടോ. കാരണം രാത്രിക്ക് ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് വർക്കിന് പോകണോണ്ട് ഞാൻ രാത്രി കഴിച്ചില്ല. പിന്നെ ഉച്ചയ്ക്ക് കഴിച്ച് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവും. കാത്തുമ്മ കുഴച്ച് വെച്ചാട്ടോ. കാത്തുമ്മ കുഴച്ച് വെച്ചാൽ പിന്നെ അത് വേറെ ആർക്കും കഴിക്കാൻ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഞാൻ അടുത്ത് കഴിച്ചു. എനിക്കാണെങ്കിൽ ഫുഡ് വേസ്റ്റാക്കി കളയുന്നതും ഇഷ്ടമല്ല. അപ്പോൾ എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് കുറച്ച് ബിരിയാണി കഴിക്കാൻ പറ്റിയില്ല. എന്നിട്ട് ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഫ്രീ പോലെ വീട്ടിൽ ഈ ബിരിയാണി ഉണ്ടാക്കണം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാനും ഏട്ടനെ ഇരിക്കുന്നത്. അങ്ങനെ ഞാൻ വർത്താനെല്ലാം പറഞ്ഞ് ഫുഡ് കഴിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മളെ കാത്തുമ്പോൾ വീണ്ടും വന്നിട്ട് അതിൽക്കായിട്ട് അളമ്പൊക്കെ ചെയ്തിട്ട് അതൊന്നും എനിക്ക് വീഡിയോയിൽ പെടുത്താൻ പറ്റിയില്ല എന്നുള്ളൂ. അപ്പുറത്ത് കുണുക്കരിക്കുന്നുണ്ട്. കുണുക്കനും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് കഴിക്കും. നമ്മളെ പണ്ട് അങ്ങനെയായിരുന്നു കേട്ടോ. എനിക്ക് 2 നേരം അമ്മ തന്നാൽ ഞാൻ കഴിക്കും, ഇല്ല തന്നില്ലേ കഴിക്കില്ല. അങ്ങനെ ഞാൻ പണ്ട്. പക്ഷെ കുഞ്ഞങ്ങനെയല്ലോ, ബിരിയാണി ഉണ്ടാക്കിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിരിയാണി ഉണ്ടാക്കി അപ്പം തൊട്ട് രാത്രി വരയ്ക്കും ഇടയ്ക്കിടയ്ക്കുള്ള ആരോടും ചോദിക്കാതെ പോയി എടുത്ത് കഴിച്ചോളും. പോരാത്തിനും ബാക്കിയുള്ള രാവിലെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെ അവൾ ചൂടാക്കി തരാൻ വേണ്ടിയിട്ട് അച്ചാറും കൂട്ടിയിട്ടാണെങ്കിൽ അവളിരുന്ന് കഴിക്കട്ടോ. അവൾക്ക് അത്രയും പ്രാന്തായിരുന്നു ബിരിയാണിമേ. ഇപ്പോൾ വന്നാൽ വെച്ചാൽ അവൾക്ക് അങ്ങനെ ഒരു ഫുഡിനോടും പ്രാന്തില്ല. അവൾ ആകെ കുറച്ച് കഴിക്കണം. ഇപ്പം ഞാൻ നന്നായി കഴിച്ചു തുടങ്ങി. പണ്ട് അവളാണ് ഏറ്റവും കൂടുതൽ ഫുഡ് കഴിക്കണമെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ഫുഡ് കഴിക്കുന്നത്. നമ്മളെ കുണുക്ക് അതേപോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവന് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് പോയി എടുത്ത് കഴിച്ചോളും. ഒറ്റയ്ക്ക് പോയി എടുക്കില്ല കേട്ടോ, നമ്മളോട് ചോദിക്കും പൊന്നേച്ചി അത് എടുത്ത് തരുമോ, അല്ലെങ്കിൽ കുഞ്ഞാ എടുത്തായോ എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ എടുത്തു കൊടുത്ത് ഞാൻ ഇഷ്ടത്തിന് കഴിച്ചോളൂ കേട്ടോ.
അപ്പം ഞാൻ അതൊക്കെ കൊണ്ട് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് നേരം കിടന്നുറങ്ങി. ഞാൻ ഉറങ്ങിയില്ല, ഏട്ടൻ കിടന്നുറങ്ങി. അങ്ങനെ അപ്പോഴൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇപ്പോൾ ഈ ഉമ്മ കൊടുക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒരു 10 മണി ആയിട്ടാണ്. അപ്പോൾ കുഞ്ഞുറങ്ങാൻ പോവാണ്. അച്ചു ഒരു 11 മണിയാവും എത്താമെന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞ് കാത്തുമ്മേനെയും കൊണ്ട് റൂമിലേക്ക് പോവുകയാണ്. എനിക്ക് വർക്കുള്ളതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ അടുത്ത് ഉറക്കാം എന്ന് പറഞ്ഞിട്ട് കുഞ്ഞ് കൊണ്ടുപോവാണ്. അപ്പോൾ ഞാൻ ഉമ്മ കൊടുത്ത് വിട്ടേക്കുന്നതാട്ടാ. സാധാരണ വർക്ക് ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് കിടന്നിട്ട് ഉറങ്ങും. ഞാൻ പോണ നേരത്തെ അമ്മേൻ്റെ അടുത്ത് കൊണ്ട് കിടത്തച്ച്. പക്ഷേ ഈ പ്രാവശ്യം അവൾ ആദ്യമേ കൊണ്ട് കിടത്താന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ടാം. പിന്നെ ഒരു 2 മണിയാകുമ്പോൾ എഴുന്നേറ്റ് വേഗം പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറി മേക്കപ്പ് എല്ലാം ചെയ്തിട്ട് നമ്മൾ വർക്കിന് പോവാണ്. അപ്പം അടുത്ത് ഗുരുവായൂർ തന്നെയായിട്ട് നമ്മളെ വർക്ക്. അപ്പോൾ ബ്രൈൻ്റെ വീട് അവിടെ തന്നെയാണ്. ആളമ്മ കല്യാണം ചെക്ക എല്ലാവരും ഗുരുവായൂർ വർക്ക് ചെയ്യുന്ന ആൾക്കാരാട്ടാം. അപ്പോൾ ആൾക്ക് അത്രയും ഗുരുവായൂരായിട്ട് ഭയങ്കര അറ്റാച്ചഡാണ്. അങ്ങനെ നമ്മളിങ്ങനെ നമ്മളെ വിശേഷങ്ങൾ ആളുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കര കമ്പനിയായിരുന്നു. ബുക്ക് ചെയ്ത് അന്ന് മുതൽ ആൾക്ക് ഭയങ്കര ടെൻഷനും ഒരുപാട് സംശയങ്ങളായിരുന്നു കേട്ടോ. പക്ഷെ അപ്പോൾ മേക്കപ്പ് ഇടുന്ന ആൾ എന്നോട് ഒരു ഡൗട്ടും ചോദിച്ചില്ല, എന്നോടൊരു അഭിപ്രായം പോലും പറഞ്ഞില്ല. എനിക്ക് ഫുള്ളായിട്ട് വിട്ടാൽ നിൽക്കുന്നത്. എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ ഫേസ് മേക്കപ്പ് ഫുള്ളായിട്ട് ചെയ്തത്. ആൾക്ക് ഒരുപാട് മേക്കപ്പ് പാടില്ല എന്ന്, ഒരുപാട് ബ്രൈറ്റ്നെസ് ആവണ്ടെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1-2 അഭിപ്രായങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതിനതാ ഫസ്റ്റ് ലുക്ക് ഇങ്ങനെയായിരുന്നു. പിന്നെ സെക്കൻഡ് ലുക്കും തേർഡ് ലുക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം പറഞ്ഞ പോലെ വീട്ടിൽ കാത്തുമ്മേനോടൊക്കെ വിളിക്കുന്നുണ്ട് അമ്മ വായു എന്ന് പറഞ്ഞിട്ട്. അതിൽ ഞങ്ങൾക്ക് ഉറക്കം വന്നു തുടങ്ങി, നല്ല വിശപ്പായി തുടങ്ങി. അപ്പം അതിൻ്റെ ഇടയിൽ എനിക്ക് വേറെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്തായാലും ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ വീട്ടിലേക്ക് പോന്നു. എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കക്കാട്ടിക്ക് പോന്നു. ഞങ്ങൾ അവനെ ഉറങ്ങാൻ വേണ്ടി എടുക്കട്ടെ. അപ്പോൾ കാത്തുമ്മ ഉറങ്ങാനുള്ള ഒരു ഉദ്ദേശമുള്ള ഫേസിൽ കാണാനില്ല കേട്ടോ. അവൾ പറയും അവൾക്ക് വയ്യ ഉറങ്ങണ്ടെന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു ഉറങ്ങിക്കോ ആവും മാറുന്നോണ്ട് പിടിച്ച് കെടുത്തുന്നതാണ്. അപ്പം എന്തായാലും ഇന്നത്തെ ഇവിടെ എത്രയ്ക്കുള്ള ബായ്.